ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഒമാൻ സ്വദേശി കേരളക്കാരന് കൊടുക്കാനുണ്ടായിരുന്ന പണം 13 വർഷങ്ങൾക്ക് ശേഷം കൊടുത്തു തീർത്ത ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഒമാനിൽ ബിസിനസ് നടത്തി വരികയായിരുന്നു കേരളത്തിലെ കൊല്ലം സ്വദേശിയായ പ്രദീപ്. പ്രിന്റിംഗ് സാമഗ്രികളുടെ ബിസിനസ്സായിരുന്നു പ്രദീപിന്. അങ്ങനെയിരിക്കെ ഒമാനിലെ സ്വദേശി പ്രദീപിൻ്റെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നു. ബിസിനസ്സാർത്ഥം പ്രദീപിന് കുറച്ച് പണം ബാക്കി വെച്ചായിരുന്നു സാധനങ്ങൾ വാങ്ങിയിരുന്നത്. അങ്ങനെയിരിക്കെ ഈ ഒമാൻ സ്വദേശി ഒരു കേസിൽ പെടുന്നു. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം പ്രദീപ് തൻ്റെ ബിസിനസ്സൊക്കെ നിർത്തി നാട്ടിലേക്ക് പോരുന്നു. പിന്നീടാണ് ഈ ഒമാൻ സ്വദേശിയുടെ കേസിൽ വഴിത്തിരിവുണ്ടാവുകയും തനിക്ക് അനുകൂലമായി വിധി വരികയും ചെയ്യുന്നത്. തനിക്ക് നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചു കിട്ടുകയും ബിസിനസ് തിരികെ കിട്ടുകയും ഒക്കെ ചെയ്തപ്പോൾ ഒമാൻ സ്വദേശി ആദ്യം ഓർത്തത് തൻ്റെ കയ്യിൽ പണമില്ലാതിരുന്ന സമയത്ത് തനിക്ക് സാധനങ്ങൾ തന്ന മലയാളിയായ പ്രദീപിനെയായിരുന്നു. അങ്ങനെ പ്രദീപിന് കൊടുക്കാനുള്ള പണം കൊടുക്കാൻ വേണ്ടി പ്രദീപിനെ തിരഞ്ഞു. അപ്പോൾ പ്രദീപ് കച്ചവടക്കം അവസാനിപ്പിച്ചു നാട്ടിലേക്ക് പോന്നിരുന്നു. അങ്ങനെ ഒമാൻ UAE ബോർഡറിൽ കച്ചവടം നടത്തിയിരുന്ന സന്തോഷുമായി ഒമാൻ സ്വദേശി കോണ്ടാക്ട് ചെയ്യുന്നു. സന്തോഷിനോട് കാര്യങ്ങൾ പറയുന്നു. ഈ ദൗത്യം സന്തോഷ് ഏറ്റെടുക്കുന്നു. അങ്ങനെ പ്രദീപിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കുകയും ഓൺലൈൻ മാധ്യമങ്ങളിലും ഗ്രൂപ്പുകളിലും ഫോട്ടോ അയച്ചു കൊടുക്കുകയും കഥ വിവരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കല്ലമ്പലത്തെ ഒരു ഓൺലൈൻ മാധ്യമം ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടെ കൊടുക്കുന്നു. അങ്ങനെ പ്രദീപിൻ്റെ സുഹൃത്ത് ഈ വാർത്ത കാണുകയും പ്രദീപിനെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. അങ്ങനെ പ്രദീപ് സന്തോഷവുമായി ബന്ധപ്പെട്ട് ഒമാൻ സ്വദേശിയുമായി സംസാരിക്കുന്നു. അങ്ങനെ തനിക്ക് കിട്ടാനുള്ള പണം ഒരു പൈസ കുറവില്ലാതെ പ്രദീപിന് ഒമാൻ സ്വദേശി അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കിതൊരു സിനിമാ കഥ പോലെയൊക്കെ തോന്നാം. പക്ഷെ അല്ല, നമ്മുടെ കേരളത്തിലും ഗൾഫിലുമായി യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണിത്. ഒരു ഒമാൻ പൗരൻ ഒരു മലയാളിക്ക് നൽകാനുണ്ടായിരുന്ന കടം 13 വർഷങ്ങൾക്ക് ശേഷം തിരഞ്ഞുപിടിച്ച് അദ്ദേഹം ആ കടം വീട്ടിയ ഒരു സംഭവമാണ്. ആലോചിക്കുക, ഒന്നും രണ്ടുമല്ല, 13 വർഷം. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമൊക്കെ തോന്നാം. പക്ഷേ ഈ ഭൂമിയിൽ മനസാക്ഷി മരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സംഭവം. എന്താണ് ഈ ഒരു സംഭവം എന്നുള്ളത് വിശദീകരിക്കാം. 2013 UAE അൽ ഐനിൽ ബിസിനസ് നടത്തി വരികയായിരുന്നു കൊല്ലം സ്വദേശിയായ പ്രദീപ്. കഠിനാധ്വാനിയായ ഒരു സാധാരണ മലയാളി പ്രവാസി. പ്രിന്റിംഗ് സാമഗ്രികളുടെ ബിസിനസ് ആയിരുന്നു പ്രദീപിനുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഒമാൻ പൗരനായ മുഹമ്മദ് സയ്യിദ് മുഹമ്മദ് അബ്ദുള്ള അൽ ഖാബി എന്ന് പറയുന്ന വ്യക്തി പ്രദീപിന്റെ കടയിൽ നിന്നും ചില പ്രിന്റിംഗ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ബിസിനസ് ഇടപാടുകൾക്കിടയിൽ കുറച്ച് പണം ബാക്കി വെച്ചാണ് മുഹമ്മദ് അൽ ഖാബി അന്ന് ആ സാധനങ്ങളൊക്കെ വാങ്ങിയത്. ബിസിനസ്സിൽ ഇതൊക്കെ സാധാരണയാണല്ലോ. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ഒരു അപ്രതീക്ഷിത കേസിൽപ്പെട്ട് ഒമാൻ പൗരനായ മുഹമ്മദ് സയ്യിദിന് തന്റെ ബിസിനസ് പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ്. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് അദ്ദേഹം പിന്നീട് വീണുപോയത്. അതുകൊണ്ട് തന്നെ പ്രദീപിന് നൽകാനുണ്ടായിരുന്ന ആ ബാക്കി തുക നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് കാലം കുറെ കടന്നുപോയി. പ്രദീപിനും ബിസിനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടായി. ഒടുവിൽ 3 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഏകദേശം 2023 പ്രദീപ് തന്റെ ദീർഘകാലത്തെ പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയും കൊല്ലത്തുള്ള തന്റെ വീട്ടിൽ പ്രദീപ് വിശ്രമ ജീവിതം നയിക്കുകയും ഒക്കെയായിരുന്നു. അന്ന് ആ ഒമാൻ പൗരൻ നൽകാനുണ്ടായിരുന്ന ആ പണത്തെക്കുറിച്ച് ഒരുപക്ഷെ പ്രദീപ് പോലും മറന്നിട്ടുണ്ടാകും. കാരണം ഒന്നും രണ്ടുമല്ല, 13 വർഷമായി. ഗൾഫിൽ ബിസിനസ് ചെയ്യുമ്പോൾ വരാറുള്ള ചെറിയൊരു നഷ്ടം എന്ന രീതിയിലൊക്കെ പ്രദീപ് ഒരുപക്ഷെ അത് വിട്ടുകളഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ ഒമാൻ പൗരനായ മുഹമ്മദ് സയ്യിദിന്റെ മനസ്സിൽ അത് വലിയൊരു കനലായി അവശേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാവുന്നത്. വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് സയ്യിദ് ഉൾപ്പെട്ടിരുന്ന ആ കേസിൽ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായ വിധി ലഭിക്കുകയാണ്. നഷ്ടപ്പെട്ട പണവും ബിസിനസ്സും അദ്ദേഹത്തിന് തിരികെ കിട്ടി. നമുക്കറിയാം, സാധാരണയായി ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒരു മനുഷ്യന്റെ കയ്യിലേക്ക് പണം വന്നു കഴിഞ്ഞാൽ അയാൾ എന്തായിരിക്കും ആദ്യം ചിന്തിക്കുക? തന്റെ ബിസിനസ്സുകൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ വീണ്ടും പണം ഉണ്ടാക്കണം എന്നൊക്കെ ആയിരിക്കാം. എന്നാൽ മുഹമ്മദ് സയ്യിദ് ചിന്തിച്ചത് 13 വർഷം മുമ്പ് താൻ പണം കൊടുക്കാനുള്ള ആ കൊല്ലം സ്വദേശി പ്രദീപിനെ കുറിച്ചാണ്. തന്റെ കയ്യിൽ പണമില്ലാതിരുന്നപ്പോൾ തനിക്ക് സാധനങ്ങൾ തന്ന് സഹായിച്ച ആ മലയാളിക്ക്
പണം തിരികെ നൽകണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ അതിനായിട്ട് പ്രദീപിനെ കണ്ടെത്തേണ്ടതുണ്ട്. അതെങ്ങനെ കണ്ടെത്തും? പ്രദീപ് പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലേക്കൊക്കെ അദ്ദേഹം പോയിരുന്നു. പ്രദീപിന്റെ ഫോൺ നമ്പറുകളോ മറ്റു വിലാസങ്ങളോ ഒന്നും തന്നെ ഈ പറയപ്പെടുന്ന ഈ ഒമാൻ സ്വദേശിയുടെ കയ്യിലില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒമാൻ UAE ബോർഡറിലെ മഹദയിൽ AC ഷോപ്പ് നടത്തുന്ന തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സന്തോഷ് എന്ന മലയാളിയെ അദ്ദേഹം ബന്ധപ്പെടുന്നത്. പ്രദീപിന് താനൊരു തുക നൽകാനുണ്ടെന്നും അദ്ദേഹത്തെ കണ്ടെത്താൻ സഹായിക്കണമെന്നും മുഹമ്മദ് സയ്യിദ് ആ സന്തോഷിനോട് അഭ്യർത്ഥിക്കുകയും പിന്നീട് ആ ദൗത്യം സന്തോഷ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പ്രദീപിന്റെ പഴയ പ്രവർത്തനരഹിതമായ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ മാത്രമാണ് സന്തോഷിന് ആകെ ലഭിച്ച ഒരു സൂചന എന്ന് പറയുന്നത്. അതിലുണ്ടായിരുന്ന പ്രദീപിന്റെ ഒരു പഴയ ഫോട്ടോ ഉപയോഗിച്ച് സന്തോഷ് ഈ സോഷ്യൽ മീഡിയയിൽ വലിയ തിരച്ചിലൊക്കെ നടത്തുകയാണ്. പല ഓൺലൈൻ ചാനലുകൾ വഴിയും ഗ്രൂപ്പുകൾ വഴിയും ഒക്കെ ഈ ഫോട്ടോയും വാർത്തകളും സന്തോഷ് പങ്കുവച്ചു. അങ്ങനെ കല്ലമ്പലത്തെ പ്രാദേശിക ഓൺലൈൻ മാധ്യമമായിട്ടുള്ള കല്ലമ്പലം ന്യൂസ് ഈ വാർത്ത വലിയ രീതിയിൽ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുകയാണ്. നോക്കൂ, സോഷ്യൽ മീഡിയ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത്. പലപ്പോഴും സോഷ്യൽ മീഡിയ എന്നുള്ളത് വർഗീയതയും വിദ്വേഷവും തീർക്കാനുള്ള അല്ലെങ്കിൽ അതിനെ തെറ്റായ രീതിയിലൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഇടമാക്കി ചില ആളുകളൊക്കെ അതിനെ മാറ്റുമ്പോൾ മറ്റു ചില ആളുകൾ അത് നല്ല ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിനെ യൂസ് ചെയ്യുകയാണ്. അങ്ങനെ കല്ലമ്പലം ന്യൂസിൽ വന്ന ആ ഒരു പോസ്റ്റ് പ്രദീപിന്റെ ചില സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അവർ ഉടൻ തന്നെ കൊല്ലത്തുള്ള പ്രദീപിനെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കുകയാണ്. തന്റെ സുഹൃത്തുക്കൾ ഈ കാര്യം വിളിച്ച് തന്നെ അറിയിക്കുമ്പോൾ ഒരുപക്ഷെ പ്രദീപ് പോലും ഞെട്ടിപ്പോയിട്ടുണ്ടാകും. പ്രദീപ് ഉടൻ തന്നെ ഒമാനിലുള്ള സന്തോഷുമായി ബന്ധപ്പെടുകയും സന്തോഷ് വഴി ആ ഒമാൻ പൗരനായ മുഹമ്മദ് സയ്യിദിലേക്ക് വിവരമെത്തിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നടന്നത് വളരെ വൈകാരികമായ ഒരു രംഗമായിരുന്നു. പ്രദീപ് വീഡിയോ കോളിലൂടെ ഒമാൻ പൗരനായ മുഹമ്മദ് സയ്യിദുമായി അദ്ദേഹം സംസാരിച്ചു. 13 വർഷങ്ങൾക്ക് ശേഷം താൻ പണം നൽകാനുള്ള മനുഷ്യനെ സ്ക്രീനിൽ കണ്ടപ്പോ മുഹമ്മദ് സയ്യിദിന്റെ മനസ്സിലെ വലിയൊരു ഭാരമാണ് ഇറങ്ങിപ്പോയത്. പിന്നെ അദ്ദേഹം ഒട്ടും സമയം കളഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ രൂപ 1,04,167 രൂപ പ്രദീപിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അദ്ദേഹം അയച്ചു കൊടുത്തു. 2013 നൽകാനുണ്ടായിരുന്ന തുക ഒരു പൈസ പോലും കുറയാതെ 2026 പ്രദീപിന്റെ അക്കൗണ്ടിലേക്ക് അത് എത്തിച്ചേർന്നു. നോക്കൂ, ആരും ആവശ്യപ്പെട്ടിരുന്നില്ല. ആരും അദ്ദേഹത്തിനെതിരെ കോടതിയിൽ പോയിട്ടില്ല. ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. കൊല്ലത്തുള്ള പ്രദീപ് പോലും ഈ പണത്തിന്റെ കാര്യം പൂർണ്ണമായി മറന്നിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടും തന്റെ സ്വന്തം മനസാക്ഷിയോട് ചെയ്ത വാഗ്ദാനം പാലിക്കാൻ തനിക്കിന്ന് പണമുണ്ടായപ്പോൾ ആ പഴയ കടം വീട്ടാൻ 13 വർഷങ്ങൾക്ക് ശേഷം ഒരാളെ തിരഞ്ഞു പിടിച്ച ഒമാൻ പൗരൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇത്ര വലിയ പാഠമാണ്. നമുക്കറിയാം, ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ച് ഒമാനിലൊക്കെ ജീവിക്കുന്ന മലയാളികൾക്കൊക്കെ അറിയാം ഈ ഒമാൻ പൗരന്മാരുടെ സ്വഭാവശുദ്ധി. സത്യവും വിശ്വാസവും കാത്തുസൂക്ഷിക്കുന്ന ജീവിത ശൈലിയാണ് ഒമാനികളുടെ സംസ്കാരം എന്ന് പറയുന്നത്. അതിഥികളെ ബഹുമാനിക്കാനും കൊടുത്ത വാക്ക് പാലിക്കാനും അവർ എന്നും മുന്നിലാണ്. ആ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഹമ്മദ് സയ്യിദ് മുഹമ്മദ് അബ്ദുള്ള അൽ ഖാബി എന്ന ഈ മനുഷ്യൻ. ഇന്നത്തെ കാലത്ത് ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന എത്രയോ ബിസിനസ്സുകാരുണ്ട്. എന്നാൽ അവരിൽ എത്ര പേർക്ക് സത്യസന്ധതയുണ്ട്? ആളുകളുടെ പണം തട്ടിയെടുക്കാനും കടം വാങ്ങിയ ശേഷം തരാതെ പറ്റിക്കാനും നടക്കുന്നവർക്കിടയിലാണ് ഈ ഒമാനി പൗരൻ ഒരു വലിയ മനുഷ്യനായി ഉയർന്നു നിൽക്കുന്നത്. ഇസ്ലാം കടബാധ്യതകൾക്ക് വലിയ രീതിയിൽ പ്രാധാന്യം നൽകുന്നുണ്ട്. മറ്റുള്ളവന്റെ 1 രൂപയാണെങ്കിൽ പോലും അത് തിരിച്ചു കൊടുക്കാതെ കൈവശം വെക്കാൻ പാടുള്ളതല്ല. ഒമാൻ പൗരനായ മുഹമ്മദ് സയ്യിദ് അൽ ഖാബി തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത് ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്. സമ്പന്നനാകുന്നത് ബാങ്ക് അക്കൗണ്ടിലെ പണം കൊണ്ടല്ല, മറിച്ച് സ്വന്തം സ്വഭാവ മഹിമ കൊണ്ടാണ് എന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. യഥാർത്ഥ സമ്പത്ത് മനുഷ്യന്റെ നന്മയാണെന്ന് അദ്ദേഹം തെളിയിച്ചു.